ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചന പഠനത്തിനായിട്ട് നമുക്ക് വീണ്ടും തിരുസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ലഭിച്ച സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ കഴിഞ്ഞ 2 ആഴ്ചകളായി 2-3 ആഴ്ചകളായിട്ട് കർത്താവിൻ്റെ പ്രാർത്ഥന, പ്രേയേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകൾ, അതൊരു പ്രത്യേക വിഷയമായിട്ട് പഠിപ്പാൻ നമുക്ക് ദൈവം കൃപ നൽകി. അതിനോടുള്ള ബന്ധത്തിലുള്ള അവസാനത്തെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. അവസാനത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതിടയ്ക്കുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇത് ഞാൻ അവസാനമായിട്ട് ചിന്തിക്കുന്നത് കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിശദമായ നീണ്ട പ്രാർത്ഥനയായിട്ടാണ് ഇതിരിക്കുന്നത്. അല്ലാത്ത യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ഗത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ക്രൂശിലേക്ക് കടന്നു പോകേണ്ട ദിവസം യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറഞ്ഞ പ്രാർത്ഥനയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിലുള്ള പ്രാർത്ഥനയാണ്. അതൊരു മുഴുവനും പ്രാർത്ഥന തന്നെയാണ്. ആ അധ്യായം മുഴുവനും കർത്താവിൻ്റെ അപേക്ഷയാണ്. ഇതിനെ ദ ലാസ്റ്റ് പ്രെയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയാറുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരുണ്ടായിരിക്കെ താൻ നടത്തിയ ഒരു പരസ്യമായ പ്രാർത്ഥന തന്നെയാണ്. പരസ്യ പ്രാർത്ഥന, ഇത് രഹസ്യ പ്രാർത്ഥനയല്ല, ശിഷ്യന്മാർ കേൾക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അതിന് പല ഉദ്ദേശ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ചിന്തിപ്പാനായിട്ട് തുടങ്ങുന്നത്. ദൈവം സഹായിക്കട്ടെ. ഈ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത് മാളികമുറി പ്രഭാഷണം, അല്ലെങ്കിൽ തൻ്റെ വിടവാങ്ങൽ സന്ദേശം, അത് പറഞ്ഞതിന് ശേഷം പ്രാർത്ഥനയോടുകൂടെ അത് അവസാനിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13, 14, 15, 16 ഈ 4 അധ്യായങ്ങളും മാളികമുറിയിൽ വെച്ചോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തു വെച്ചോ നടത്തിയ പ്രഭാഷണങ്ങളാണ്. മാളികമുറിയിൽ വെച്ച് പ്രഭാഷണങ്ങൾ മാത്രമല്ല, ചില ഡെമോൺസ്ട്രേഷൻസൊക്കെ ഉണ്ടായിരുന്നു. കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ കാൽ കഴുകി തുവർത്തിയ രംഗമുണ്ട്. അതുപോലെ തന്നെ തന്നെ കാണിച്ചു കൊടുക്കുന്നത് ആരെന്ന് ശരിക്കും വെളിപ്പെടുത്തി പറഞ്ഞ സന്ദർഭമുണ്ട്. പത്രോസ് തള്ളിപ്പറയും എന്ന് പറഞ്ഞ സന്ദർഭമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കർത്തൃമേശ ഏൽപ്പിച്ച് തന്ന, ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത, അതൊക്കെ ഈ മാളികമുറിയിൽ വെച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അതോടൊപ്പം തന്നെ താൻ വളരെ കാര്യങ്ങൾ ശിഷ്യന്മാരെ ബലപ്പെടുത്തുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ, അതുപോലെ അവർക്ക് ഉള്ള പല വാഗ്ദത്തങ്ങൾ, അവർ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണം എന്ന് തുടങ്ങി വളരെ കാര്യങ്ങൾ ഈ മാളികമുറി പ്രഭാഷണത്തിലുണ്ട്. ഞാൻ പലയിടത്തും ഈ ക്ലാസ് എടുക്കുന്നത് മാളികമുറി പ്രഭാഷണം പഠിപ്പിച്ചിട്ട് ധ്യാനിച്ചിട്ട് അതിനോട് ചേർന്നാണ് ഞാൻ ഈ 17-ാമത്തെ അധ്യായം ചിന്തിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ കാര്യമുണ്ട്. എന്നാൽ ഇവിടെ ഈ പ്രാർത്ഥനയെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളെക്കുറിച്ച് മാത്രം പഠിക്കുന്നത് കൊണ്ട് ഞാൻ ആ അധ്യായത്തിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ മാളികമുറി പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും എന്നെ ആകർഷിച്ച ഒരു ഘടകമെന്ന് പറയുന്നത് എൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, 17-ൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക പ്രയോഗം അവിടെ ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ഇവർക്ക് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരുടെ വേണ്ടി പ്രാർത്ഥിച്ചു വരികയാണ്. 6-ാമത്തെ വാക്യം മുതൽ പിന്നെ 19-ാമത്തെ വാക്യം വരെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം പറയുകയാണ്, ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്കും കൂടെ വേണ്ടി അപേക്ഷിക്കുന്നു. ഇതിലെന്താ പ്രത്യേകതയുള്ളേ? ഈ പ്രാർത്ഥനയിൽ എന്നെയും ഓർത്തു. അതാണ് എനിക്ക് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞത്. കർത്താവ് എന്നെയും കൂടെ ഓർത്ത് പ്രാർത്ഥിച്ചു.
വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ നമ്മയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഒരു പ്രാർത്ഥന എന്നുള്ള നിലയിൽ നമുക്കിത് ഏറ്റവും പ്രിയമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഞാനതൊക്കെ വിട്ടിട്ട് ഈ പ്രാർത്ഥനയിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് പ്രവേശിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ ഒരു പൊതു വിലയിരുത്തൽ നമുക്ക് നടത്തിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ദൈവം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ലേ, ഗോഡ്സ് പ്രയർ ടു ഗോഡ്. ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും, ഇതിൽ പല കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിതാവിൻ്റെയും പുത്രൻ്റെയും ഏകത്വം അല്ലെങ്കിൽ ഇക്വാലിറ്റി, സമത്വം പ്രതിധ്വനിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പുത്രൻ പിതാവിനോടാണ് അപേക്ഷിക്കുന്നതെങ്കിലും ഈ പിതാവും പുത്രനും വ്യത്യസ്തമായിരിക്കുന്നില്ല, ഒന്നാണ് എന്ന് പ്രതിധ്വനിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇതിരിക്കുന്നത്. അതിന് പല വാക്യങ്ങളുണ്ട്. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പുത്രൻ നിത്യജീവനെ കൊടുക്കുന്നവനും സകല ജഡത്തിന്മേലും അധികാരമുള്ളവനുമാകുന്നു. ഞാനത് പരാമർശിച്ചു പോകേണ്ടതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് പുത്രൻ്റെ മഹത്വം മാത്രമല്ല, പുത്രൻ ജീവനെ കൊടുക്കുന്നവനും സകല ജഡത്തിന്മേലും അധികാരമുള്ളവനുമാണ്. അപ്പം പുത്രൻ്റെ ആ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിതാവാം ദൈവത്തിന് സമനാണ് ഞാൻ. ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം, പിതാവിനോടൊപ്പമാണ് ഈ പുത്രനാം ദൈവം. തൻ്റെ സമത്വത്തെ കാണിക്കുന്നതാണ്. അതിൻ്റെ 6, 7, 8 വാക്യങ്ങളിൽ നീ എനിക്ക് തന്ന മനുഷ്യർ അവർ നിനക്കുള്ളവർ, പിതാവിനുള്ളതെല്ലാം പുത്രനുള്ളത്, നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിന്റേതല്ലാതെ ഒന്നും എനിക്കില്ല. പിതാവിനുള്ളതെല്ലാം എൻ്റേതും എനിക്കുള്ളതെല്ലാം പിതാവിൻ്റേതും. ആ പിതാവിൻ്റെയും പുത്രൻ്റെയും ആ സമത്വത്തെ താൻ ഈ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുത്തുകയാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവും പുത്രനും അവകാശത്തിലും തുല്യനാണ്. അവകാശത്തിലും നമ്മൾ മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാർക്ക് നിയോഗം കൊടുക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് പുത്രന് എല്ലാ അധികാരമുണ്ട്. ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാണ്, നിന്റേതല്ലാതെ എനിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും അവകാശത്തിൽ തുല്യനാണ്. ഇനി അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഒരു പ്രതിധ്വനിയുണ്ട്. അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിനെന്ന് പറഞ്ഞിട്ട് പറയാണ്, നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്. അപ്പോൾ അവിടെ ഒരു പ്രതിധ്വനി എന്താ ധ്വനിക്കുന്നത്? നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്. അപ്പോൾ പിതാവും പുത്രനും ഒന്നാണ്. അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്. അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ. അല്പ ഗഹനമാണ് പഠിക്കാനായിട്ട്, അല്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോകേണ്ട കാര്യവുമാണ്. പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് 23-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഒന്നായിരിക്കുന്നത് പോലെ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, പിതാവും പുത്രനും ഒന്നാണെന്നുള്ള ആ കാര്യം ഈ പ്രാർത്ഥനയിലൂടെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ മാളികമുറി പ്രഭാഷണവുമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഈ കർത്താവായ യേശു ക്രിസ്തു 14-ാം അധ്യായത്തിൽ തന്നെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞ് ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവിടെ തോമസ് ആണെന്ന് തോന്നുന്നു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്.
തോമസ് അങ്ങനെ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. ചോദിക്കുന്ന ഒരു തോമസാണോ ഫിലിപ്പോസാണോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും ഒരു ശിഷ്യൻ ചോദിക്കുകയാണ്, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എങ്കിൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞാൽ, അയ്യോ നിന്നെക്കാളും വലിയവനാണോ പിതാവെന്നൊരു ധ്വനി അവിടെ ശിഷ്യന്മാർക്ക് ഉണ്ടായി. അപ്പോൾ ഞാൻ ഇത്രയും കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ ഇതറിയുന്നില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെയും കണ്ടിരിക്കുന്നു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ആ മാളികമുറി പ്രഭാഷണവുമായിട്ട് ഇതിന് ഈ പ്രാർത്ഥനയ്ക്ക് വളരെ ബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, നാം ഒന്നായിരിക്കുന്നത് പോലെ പിതാവും പുത്രനും ഒന്നാണ്. അത് തമ്മിൽ നമുക്ക് മാറ്റുവാനായിട്ട് കഴിയുകയില്ല. അവകാശത്തിലോ അതിൻ്റെ സ്വാതന്ത്ര്യത്തിലോ അതിൻ്റെ മഹത്വത്തിലോ ഒന്നും നമുക്ക് വ്യവച്ഛേദിച്ച് മാറ്റി നിർത്താൻ കഴിയാതെ ഇരിക്കുന്നു എന്നുള്ളത് ഇവിടെ ഈ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രാർത്ഥനയിൽ 3 പ്രാവശ്യം അപേക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപേക്ഷിക്കുന്നു. അപ്പോൾ പിതാവിനോട് പുത്രൻ അപേക്ഷിക്കണമെങ്കിൽ പിതാവ് അല്പം കുറഞ്ഞവനാണോ എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ആളത്വത്തിൽ രണ്ടാമൻ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഈ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചു വാങ്ങുന്നു എന്നുള്ള അർത്ഥം നമ്മൾ എടുക്കരുത്. അപേക്ഷിക്കുന്നു, അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം ഇതാണല്ലോ എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. അതുപോലെ 15-ാം വാക്യത്തിലും 20-ാം വാക്യത്തിലും ഈ 3 പ്രയോഗങ്ങളുണ്ട്, അപേക്ഷിക്കുന്നു എന്നുള്ളത്. ഇതെല്ലാം കേവലം കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നു എന്നുള്ളതായിട്ട് അവിടെ ഇരിക്കുന്നില്ല. തൻ്റെ ഉള്ളിലെ വസ്തുതകൾ പിതാവിനോടങ്ങ് മനസ്സ് തുറന്നങ്ങ് പറയുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 2-ാമത്തെ കാര്യം, ഒന്നാമത് പിതാവും പുത്രനും ഒന്നാണ് എന്നുള്ള ഒരു കാര്യം ഈ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നു. 2-ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പുത്രൻ പിതാവിങ്കലേക്ക് ഹൃദയം പകരുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രാർത്ഥന. പുത്രനാം ദൈവം തൻ്റെ ഹൃദയം പിതാവിലേക്ക് പകരുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, തൻ്റെ ഹൃദയം പിതാവിനോട് തുറക്കുന്നത് ശിഷ്യന്മാർക്ക് വെളിവാക്കി കൊടുക്കുകയാണ്. തൻ്റെ ഹൃദയം പിതാവിനോട് തുറക്കുന്നത് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മാത്രമല്ല, എൻ്റെ 26-ാമത്തെ വാക്യം അവസാനിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പിതാവിന് തന്നോടുള്ള സ്നേഹവും പുത്രന് പിതാവിനോടുള്ള സ്നേഹവും, മാത്രവുമല്ല ഈ ദൈവത്തിന് എന്ന് പറഞ്ഞാൽ പിതാവിനും പുത്രനും നമ്മോടുള്ള സ്നേഹവും വെളിപ്പെടുത്തുകയാണ്. ഭയങ്കര ഒരു ഇതാണ്. പിതാവിന് പുത്രനോട് എത്രമാത്രം സ്നേഹമുണ്ട്. 26-ാമത്തെ വാക്യം വായിച്ചാൽ അത് കാണാം. നമ്മളത് പിന്നീട് വിശദമായിട്ട് ചിന്തിക്കുന്നുണ്ട്, ദൈവം സഹായിക്കെങ്കിൽ. അതുപോലെ തന്നെ പുത്രന് പിതാവിനോട് വലിയ സ്നേഹമാണ്. ഈ പിതാവിനും പുത്രനും നമ്മോട് വലിയ സ്നേഹമാണ്. ശിഷ്യന്മാരോടും നമ്മോടും വലിയ സ്നേഹമാണ്. അത് ശരിക്കും ഈ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, യേശുക്രിസ്തുവും ശിഷ്യന്മാരും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികളും പിന്നീട് വിശ്വസിക്കുന്നവരും ഒക്കെയുള്ള അഭേദ്യമായൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ ഈ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തുവും ശിഷ്യന്മാരും നമ്മളും എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നമ്മളും ഒക്കെ തമ്മിൽ ഒരു ബന്ധം, അത് അഭേദ്യമായ വളരെ വലിയൊരു ബന്ധമാണ്. അത് ഇതിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതാണ് പുത്രൻ പിതാവിങ്കിലേക്ക് ഹൃദയം പകരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ പറയുകയാണ്. മറ്റൊന്ന്, ശിഷ്യന്മാരെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ ഈ പ്രാർത്ഥന കേട്ടു നിന്ന ശിഷ്യന്മാർ ശരിക്കും ദൈവത്തെ സ്തുതിച്ചു കാണും. മറ്റൊരു കാര്യം 3-ാമത് ഇതിൽ കാണാനായിട്ട്, ഒന്ന്, പിതാവും പുത്രനും ഒന്നാണെന്നുള്ള ഒരു ധ്വനി അല്ലെങ്കിൽ ഒരു കാര്യം ഇതിൽ വെളിപ്പെട്ടു വരുന്നു. 2, പുത്രൻ പിതാവിങ്കിലേക്ക് ഹൃദയം പകരുന്ന അവസ്ഥയെ കാണിക്കുന്നു ഈ പ്രാർത്ഥന. 3, ഈ പ്രാർത്ഥനയിലുടനീളം കാണാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകത, ആത്മീകമായ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകി മുൻതൂക്കം നൽകിയുള്ള പ്രാർത്ഥനയാണ്. ഇതിലെ ഒരു വാചകം ഇങ്ങനെയുണ്ട്, ദോഷങ്ങളിൽ നിന്നും വിടുവിക്കണം, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല. 15-ാമത്തെ വാക്യത്തിലാണ് ഇവരെ ദോഷങ്ങളിൽ നിന്നും ദുഷ്ടനിൽ നിന്നും വിടുവിക്കണമേ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് കാണുന്നത്. അതും ശരിക്കും ആത്മീകമാണ്. അപ്പോൾ ആത്മീക കാര്യങ്ങൾക്ക്
മാത്രം മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അല്ലാതെ ധനത്തെക്കുറിച്ചോ ധനമോ മാനമോ ലോകപരമായ നേട്ടങ്ങളോ നൽകണമെന്ന് ഒരിക്കലും ഈ പ്രാർത്ഥനയിൽ കാണാനായിട്ട് കഴിയുകയില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോളണം. നമ്മുടെ പ്രാർത്ഥനകളിൽ ധ്വനിച്ചു നിൽക്കുന്നത്, സ്ഫുരിച്ചു നിൽക്കുന്നത്, മുന്നിൽ നിൽക്കുന്നത് എന്താണ്? ആത്മീകമായ വിഷയങ്ങളാണോ? ചിന്തിക്കാം അല്ലേ? തരയണമേ 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 എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിലൂടെ ആത്മീകമായ വിഷയങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന 26 വാക്യങ്ങളും ശരിക്കും പരിശോധിച്ചാൽ അത് ലൗകികം, ധനം, മാനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കത് ശരിക്കും കാണാനായിട്ട് കഴിയുകയില്ല. ലോകത്തോടുള്ള വേർപാട് പാലിക്കണം എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയിൽ ശിഷ്യന്മാർക്ക് വേണ്ടിയും വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുന്നത്. മറ്റൊരു കാര്യം, നാലാമത് ഈ പ്രാർത്ഥനയിൽ മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്. പുത്രനെ പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരു രംഗം ആണ് ഈ പ്രാർത്ഥന. എൻ്റെ 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. പുത്രനെ പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരു രംഗമാണ് ഈ പ്രാർത്ഥന. അതുപോലെ കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യ പ്രാർത്ഥനയുടെ ഒരു ദൃഷ്ടാന്തവും കൂടെയാണ് ഈ പ്രാർത്ഥന. ഇന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കർത്താവ് പക്ഷപാതം ചെയ്തുകൊണ്ട് ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പൗരോഹിത്യം വഹിക്കാനാണ്, മഹാപുരോഹിതനായിട്ടാണ് ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുന്നത്. 3 പ്രത്യക്ഷതകളെക്കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം അവിടെ വ്യക്തമായിട്ട് 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒരിക്കൽ പ്രത്യക്ഷനായി, എപ്പോഴാ? അവൻ പാപം കൂടാതെ തന്നെ ഒരിക്കൽ പ്രത്യക്ഷനായി, മനുഷ്യനായിട്ട് പ്രത്യക്ഷനായി. ഇപ്പോൾ ഇതാ പ്രത്യക്ഷനായിരിക്കുന്നു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. ഇനി അവൻ വീണ്ടും പ്രത്യക്ഷനാകും. അപ്പോൾ ഈ 3 പ്രത്യക്ഷതകളും പറയുമ്പോൾ ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുന്നത്, മഹാപുരോഹിതനായി ഇപ്പോൾ അവൻ പ്രത്യക്ഷനായിരിക്കുക. അപ്പം ഇന്ന് ചെയ്യുന്ന ആ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു ദൃഷ്ടാന്തമായിട്ടും കൂടെ ഈ പ്രാർത്ഥനയിരിക്കുന്നു. മറ്റൊരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ്. പിതാവും പുത്രനും ഒന്നാണെന്നുള്ളത് മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അതെങ്ങനെ കാണാനായിട്ട് കഴിയും? 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ലോകമുണ്ടാകും മുമ്പേ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ ലോകമുണ്ടായിരുന്നതിന് മുമ്പേ ഉള്ളവനാണ്, മഹത്വത്തിൽ വസിച്ചിരുന്നവനാണ് ഈ പുത്രനാം ദൈവം. അപ്പോൾ അവൻ ആരാണ്? ദൈവമാണ്. ഈ പുത്രൻ്റെ ദൈവത്വത്തെ ശരിക്കും എടുത്തു കാണിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് ഇതിരിക്കുന്നു. എൻ്റെ 24-ാമത്തെ വാക്യത്തിൽ, പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നീ നൽകിയ മഹത്വം എനിക്ക് തന്നിട്ടുള്ളവരും കാണണം. ശരിക്കും മനസ്സിലാക്കണേ. അതായത് പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവരും കാണണം. ഇത് ശരിക്കും ദൈവത്തിൻ്റെ വാക്കുകളാണ്, ദൈവികമായ വാക്കുകളാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലൂടെ വെളിപ്പെട്ടു വരുന്നത്. ഏതൊക്കെയാണ്? 1, പിതാവിൻ്റെയും പുത്രൻ്റെയും ഏകത്വം, സമത്വം വെളിപ്പെട്ടു വരുന്നു. രണ്ടാമത് പുത്രൻ പിതാവിങ്കലേക്ക് ഹൃദയം പകരുന്ന അവസ്ഥ കാണിക്കുന്നു. അടുത്ത് 3, ആത്മീകമായ കാര്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രാർത്ഥന. 4, പുത്രനെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. 5, കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ ദൃഷ്ടാന്തത്തെ കാണിക്കുന്ന പ്രാർത്ഥന. 6, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന പ്രാർത്ഥന. ഇത് ഭയങ്കര പ്രാർത്ഥനയാണ്. ഇതിൻ്റെ വിശദമായ പഠനത്തിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇതിനെ ഞാൻ പഠന സൗകര്യത്തിനായിട്ട് 3 ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ പൊതുവായൊരു വീക്ഷണമാണ്. ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു പൊതുവായ വീക്ഷണമാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത്. ഇനി നമ്മളതിൻ്റെ വിശദമായ പഠനത്തിലേക്ക് കടക്കുകയാണ്. എത്രത്തോളം അത് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കും വിശ്വാസമില്ല. പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക.
ഇവിടെ ഉള്ളവരൊക്കെ വളരെയധികം ഭജനത്തിൽ പരിജ്ഞാനമുള്ളവരൊക്കെ ആണെന്ന് എനിക്കറിയാം. അതറിഞ്ഞുകൂടാതെ അല്ല ഞാൻ ഈ പറയുന്നത്. എന്നാലും നമുക്ക് വളരെ ആത്മീകമായ സത്യങ്ങൾ ഒന്നുകൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനകൾ കുറെ കൂടെ ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെടുവാനൊക്കെ ഈ പഠനം ഇടയായിത്തീരണം. 3 ഭാഗങ്ങളായിട്ടാണ് ഇതിനെ ഞാൻ പഠന സൗകര്യത്തിനായിട്ട് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് 1-ാം വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ. അത് യേശു ക്രിസ്തുവും പിതാവും എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടിയുള്ള അപേക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. യേശു ക്രിസ്തുവും പിതാവും തനിക്ക് വേണ്ടിയുള്ള തന്നെക്കുറിച്ചുള്ള ഒരു അവതരണമാണ് ഈ 5 വാക്യങ്ങളിൽ. അതിലെ കീവേഡ് എന്ന് പറയുന്നത് മഹത്വം. പിതാവിൻ്റെയും പുത്രൻ്റെയും മഹത്വത്തോടെ പറയുന്നുണ്ട്, മഹത്വം. അതിൻ്റെ 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർ, യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർക്ക് വേണ്ടിയുള്ള അപേക്ഷ. അതിൻ്റെ കീവേഡ് അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിൻ്റെ സംരക്ഷണം, സൂക്ഷിപ്പ്, ഇതൊക്കെയാണ്. ആത്മീകമായ സംരക്ഷണവും ആത്മീകമായ സൂക്ഷിപ്പുമാണ് ആ അപ്പോസ്തലന്മാർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പ്രതിധ്വനിച്ച് നിൽക്കുന്നത്. 3-ാമത്തെ ഭാഗം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ അത് യേശു ക്രിസ്തുവും സഭയും, വിശ്വസിച്ചവർക്ക് വേണ്ടി മാത്രമല്ല വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഉള്ള പ്രാർത്ഥന. അവിടെ പ്രധാനപ്പെട്ട വിഷയം അവർ ഒന്നാകണം. ഇങ്ങനെ 3 ആയിട്ട് തിരിച്ചാണ് ഇതിനെ നമുക്ക് പഠിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പലതരത്തിൽ പഠിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള വിശദ പഠനം അടങ്ങിയ ഭാഗങ്ങളും റെഫറൻസുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആദ്യത്തെ 5 വാക്യങ്ങൾ പറ. ക്രിസ്തുവും പിതാവും, യേശു ക്രിസ്തുവും പിതാവും തനിക്ക് വേണ്ടിയുള്ള തൻ്റെ കാര്യങ്ങൾ പിതാവിനോട് പറയുന്നു. അവിടുത്തെ കീവേഡ്, പ്രധാനപ്പെട്ട വിഷയം ഗ്ലോറി, മഹത്വം. രണ്ടാമത്തത് 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ അതെന്താ പറയുന്നത്? യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാർക്ക് വേണ്ടിയുള്ള അപേക്ഷ. അതിൽ പ്രധാനമായിട്ടും സൂക്ഷിപ്പ്, പ്രൊട്ടക്ഷൻ, അല്ലേ, കാക്കുക. അതോടെ ആത്മീകമായ സംരക്ഷണമാണ്, ആത്മീകമായ സൂക്ഷിപ്പ്. 3-ാമത് 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ അത് യേശുക്രിസ്തുവും സഭയും വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള അപേക്ഷ. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അവർ ഒന്നാകണം. ഇതിലെ 1-ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. പിതാവും പുത്രനും യേശുക്രിസ്തുവും പിതാവും, അതാണല്ലോ 1 മുതൽ 5 വരെ. അതിൽ 1-ാമത്തെ വാക്യം എന്താണ്? 17:1. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഇത് തന്നെ വലിയൊരു വിഷയമാണ് കേട്ടോ. എന്നാലും പെട്ടെന്ന് പറഞ്ഞ് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇത് സംസാരിച്ചിട്ട് സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. ഏതാ സംസാരിച്ചേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കണക്റ്റഡ് ടു മാളികമുറി പ്രഭാഷണം. മാളികമുറി പ്രഭാഷണത്തിൽ, അതായത് 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ കണ്ട വചനങ്ങൾ, പറഞ്ഞ വചനങ്ങൾ, അതൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞ് അവരെ ബലപ്പെടുത്തുന്നു, ധൈര്യപ്പെടുത്തുന്നു, വാഗ്ദത്തങ്ങൾ നൽകുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറയുന്നതെന്നറിയാമോ? അതൊക്കെ പറഞ്ഞതിന് ശേഷം നോക്കേണ്ടടത്ത് നോക്കുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എവിടെ നോക്കി പറഞ്ഞു എന്നാ പറയുന്നത്? സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു. ഇത് വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥനാ രൂപത്തിലായതുകൊണ്ടാണ് അവിടെ അത് നമ്മൾ ഇതൊരു പ്രാർത്ഥനയാണ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് 13 മുതൽ 16 വരെ വളരെ കാര്യങ്ങൾ, അല്ലേ, നിരവധി ആശ്വാസവാക്കുകൾ അതിലുണ്ട്. തനിക്ക് സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്, ഉപദേശ സത്യങ്ങളുണ്ട്. ഇതൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമില്ല എങ്കിൽ അത് ശരിയാകില്ല. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്നറിയുന്നത് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിലൂടെയാണ് എന്നൊക്കെയുള്ള വളരെ വളരെ ഹൃദ്യമായ ആത്മാർത്ഥമായ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ട്
ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല, ഞാൻ പോയ ശേഷം പിതാവിങ്കൽ നിന്ന് ഞാൻ പിതാവിനോട് ഞാൻ ചോദിക്കും, നിങ്ങളുടെ മധ്യ എന്നേക്കും ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ, ഞാനും കാര്യസ്ഥനാണ്, എന്നാൽ മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇങ്ങനെ നോക്കിയ വാഗ്ദത്തങ്ങളുടെ പെരുമഴയാണ് 14-ാം അധ്യായത്തിൽ കാണുന്നത്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്തൊക്കെ കാര്യങ്ങളാ 14-ാം അധ്യായത്തിൽ. ഇങ്ങനെയുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം അടുത്ത് താൻ ചെയ്യുന്നത് എന്താണ്? എവിടേക്ക് നോക്കുന്നു? സ്വർഗത്തിലേക്ക് നോക്കുന്നു. പിന്നെ പറഞ്ഞ കാര്യങ്ങളിലേക്കല്ല നോക്കുന്നത്, ചുറ്റുപാടുകളിലേക്കല്ല നോക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, വചനം പ്രസംഗിച്ചിട്ട്, സുവിശേഷം പറഞ്ഞിട്ടൊക്കെ നമ്മൾ നോക്കുന്നത് എവിടേക്കാ? അവരിലേക്കാ, ചുറ്റുപാടുകളിലേക്കാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം നോക്കിയത് സ്വർഗത്തിലേക്കാണ്, സ്വർഗത്തിലേക്ക് നോക്കിയതാണ്. നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു? നാം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മിലേക്കും മറ്റുള്ളവരിലേക്കും നോക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും പരാജയങ്ങളായിട്ട് മാറുന്നു. എന്നാൽ നാം പറയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ ചെയ്തിട്ട് പറഞ്ഞിട്ട് നാം നോക്കേണ്ടിടത്ത് നോക്കണം, സ്വർഗത്തിലേക്ക് നോക്കണം, സ്വർഗത്തിലേക്ക് നോക്കണം. എങ്കിൽ പരാജയപ്പെടുകയില്ല. പ്രാർത്ഥനകളിൽ നമ്മുടെ മനസ്സും ഹൃദയവും സ്വർഗത്തിലേക്ക് ഉയരണം. അതാണ് ഈ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു എന്നുള്ളതിൻ്റെ സത്യം വെളിവാക്കുന്നത് ഇതാണ്. പ്രാർത്ഥനകളിൽ നമ്മുടെ അധരങ്ങളല്ല വെളിപ്പെടേണ്ടത്, പിന്നെയോ നമ്മുടെ ഹൃദയവും മനസ്സും സ്വർഗത്തിലേക്ക് ഉയരണം, സ്വർഗത്തിലേക്ക് ഉയരണം. ദാവീദിൻ്റെ പ്രാർത്ഥനകളിലും ദാനിയേലിൻ്റെ പ്രാർത്ഥനകളിലും ഒക്കെ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയും. 25-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയാണ്, യഹോവേ നിങ്കലേക്ക് എൻ്റെ മനസ്സുയർത്തുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് ഉയർത്തേണ്ടത്, പ്രാർത്ഥനയിൽ നമ്മുടെ മനസ്സും ഹൃദയവും ഉയരേണ്ടത് സ്വർഗത്തിലേക്കാണ്, ദൈവത്തിൻ്റെ അടുക്കലേക്കാണ്, ദൈവത്തിങ്കലേക്കാണ് നമ്മുടെ മനസ്സ് ഉയർത്തേണ്ടത്. 121-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താ? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്ന് വരുന്നു. എൻ്റെ കണ്ണ്, ഞാനിതാ എൻ്റെ കണ്ണ് ഈ ഭൂമിയിലെ കാര്യങ്ങളിലേക്കല്ല നോക്കുന്നത്, ഉയർത്തുന്നത്. എൻ്റെ കണ്ണ് ഉയർത്തുകയാണ് ഉയരങ്ങളിലേക്ക്, ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുകയാണ്. അത് തന്നെയാണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവും ചെയ്യുന്നത്, അല്ലേ? സങ്കീർത്തനം 123-ന്റെ 123-ന്റെ 1-ാം വാക്യത്തിൽ, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവയെ നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. അകക്കണ്ണാണ്. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവയെ നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തും. നമ്മുടെ അകക്കണ്ണുകൾ ഉയരണം. എവിടേക്ക് ഉയരണം? പ്രാർത്ഥനയിൽ സ്വർഗത്തിലേക്ക് ഉയരണം, ദൈവസന്നിധിയിലേക്ക് നമ്മുടെ മനസ്സ് ഉയരണം. ഇവിടെ യേശു ക്രിസ്തുവും സ്വർഗത്തേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്, സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് നമ്മൾ വചനം പറഞ്ഞാൽ മാത്രം പോരാ, വിതച്ചാൽ മാത്രം പോരാ, അതിന് മുൻമഴ വേണം, പിന്മഴ വേണം. അത് നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന് മുൻമഴയും പിന്മഴയും വേണം. വചനം പറയുന്നതിന് മുമ്പും പറഞ്ഞ ശേഷവും സ്വർഗത്തേക്ക് നോക്കണം. എന്തിനു വേണ്ടി? ഫലപ്രാപ്തിക്കായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായിട്ട് സ്വർഗത്തേക്ക് നോക്കണം. ചുറ്റുപാടുകളിലല്ല നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെ ഒരു ചൊല്ല് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ പ്രവർത്തിക്കണം, പ്രവർത്തിക്കുന്നവൻ പ്രാർത്ഥിക്കണം, അല്ലേ? അതൊരു മകൻ പറഞ്ഞൊരു ചൊല്ലാണ്, എൻ്റെ വാചകമൊന്നുമല്ല. പ്രാർത്ഥിക്കുന്നവൻ പ്രവർത്തിക്കണം, പ്രവർത്തിക്കുന്നവൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാ? നമ്മൾ ചെയ്യുന്ന ദൈവിക ശുശ്രൂഷകളിൽ യഥാർത്ഥ ഫലം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവ് അതാണ് ചെയ്തത്. എന്താ? സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്നാൽ. അടുത്തവിടെ എങ്ങനെയാണ് വിളിക്കുന്നത്? സ്വർഗത്തേക്ക് നോക്കിയിട്ട് ദൈവമേ എന്നാണോ വിളിച്ചത്? പിതാവേ, പിതാവേ, പിതാവേ. ഇത് തന്നെയാണ് നമുക്കും കർത്താവ് തന്നിരിക്കുന്ന മാതൃക. നമ്മുടെ പ്രാർത്ഥനകളിലും നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിരിക്കുകയാണ്. എത്ര വലിയ ഒരു സ്വാതന്ത്ര്യവും അവകാശവുമാണ്.
കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രാർത്ഥനകളിൽ ഒരിക്കലാണ് ദൈവമേ എന്ന് വിളിച്ചത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു അല്ലേ? ക്രൂശിൽ കിടന്നുള്ള തൻ്റെ ഒരു പ്രാർത്ഥനയിൽ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടോ, നീയും എന്നെ കൈവിട്ടോ. അതൊരു പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ അത് അല്ലാതെ മറ്റെല്ലാ പ്രാർത്ഥനകളും പിതാവേ എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ 6 പ്രാവശ്യം പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. നമ്മളീ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? പിതാവേ എന്നല്ല, പിന്നെ കർത്താവേ. അല്ലേ? കുഴപ്പമൊന്നുമില്ല കേട്ടോ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഈ പ്രാർത്ഥനയിൽ 6 പ്രാവശ്യം പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. ഒന്നാമത്തെ വാക്യത്തിലാണ് പിതാവേ നാഴിക വന്നിരിക്കുന്നു. അഞ്ചാമത്തെ വാക്യത്തിലാ പിതാവേ മഹത്വപ്പെടുത്തേണമേ. ഇതൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത് പിന്നാലെ ഇത് വിശദീകരിക്കുന്നുണ്ട്. പിതാവേ മഹത്വപ്പെടുത്തേണമേ. 17:11 അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ പിതാവേ അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്. 17:21 പിതാവേ അവരും നമ്മിൽ ആകേണം. വിശ്വസിപ്പാനിരിക്കുന്നവർ അവരും നമ്മിൽ ആകേണം. 24 വാക്യം പിതാവേ ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കണം. 25 നീതിയുള്ള പിതാവേ നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകണം. 6 പ്രാവശ്യം ഈ പ്രാർത്ഥനയിൽ. വെറും 5 മിനിറ്റൊക്കെ ഉള്ളൂ ഈ പ്രാർത്ഥന. അതിൽ 6 പ്രാവശ്യം പിതാവേ, ഈ വിളി പിതാവിനോടുള്ള ഹൃദ്യതയെ കാണിക്കുക. അപ്പാ, അപ്പച്ചാ എന്ന് വിളിക്കുന്നതിനുള്ള ഒരു ഈക്വൽ, അതാണ് ഹൃദ്യത. പിതാവിനോടുള്ള അഭേദ്യമായ ബന്ധം അതിനെ കാണിക്കുന്നതാണ് ഈ ആവർത്തിച്ചുള്ള ഈ വിളി. മാളികമുറി പ്രഭാഷണത്തിൽ മാത്രം പിതാവ് എന്നുള്ളത് 53 പ്രാവശ്യമുണ്ട്. പിതാവ് എന്നുള്ള പ്രയോഗം. ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ആകെ ഉപയോഗിച്ചിരിക്കുന്നത് പിതാവ് എന്നുള്ള പ്രയോഗം 122 പ്രാവശ്യമാണ്. ചില്ലറ കാര്യങ്ങളൊന്നുമില്ല. ഈ സുവിശേഷത്തിൽ മാത്രം, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ മാത്രം. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ ആദ്യത്തെ 2 സംബോധനകളും തന്നോടുള്ള ബന്ധത്തിലാണ് അല്ലേ? നമ്മൾ കണ്ട 2 സംബോധനകൾ അതൊക്കെയാണ്. 1-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും തന്നോടുള്ള ബന്ധത്തിലാണ് എന്ന് പറയുന്നത്. പിതാവേ എന്ന് സംബോധന ചെയ്യുന്നത് താൻ മനുഷ്യപുത്രൻ എന്ന നിലയിലുള്ള ഒരു അപേക്ഷയാണ്. മനുഷ്യപുത്രൻ എന്നാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ? പല സന്ദർഭങ്ങളിലും തന്നെക്കുറിച്ച് പറയാനായിട്ട് മനുഷ്യരോട് പറയുമ്പോൾ മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ. ദൈവപുത്രൻ എന്ന് കർത്താവ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ദൈവപുത്രൻ മറ്റുള്ളവർ പറയുമ്പോൾ അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ ദൈവപുത്രൻ എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കാനല്ല, ശുശ്രൂഷ ചെയ്യുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മനുഷ്യപുത്രൻ എന്നാണ് അവിടെയൊക്കെ പറയുന്നത്. ഇവിടെ അപ്പം ഈ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ തന്നോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ഒരു സംബോധനയായിട്ടാണ് 1-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും ഇരിക്കുന്നത്. 3-ാമത്തെ ആ പ്രയോഗം എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവേ. അത് ശിഷ്യന്മാർക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോഴാണ്. പരിശുദ്ധ പിതാവേ, അങ്ങ് പരിശുദ്ധനാണ്. ഇവരുടെ പരിശുദ്ധി എന്നുള്ള നിന്നിലൂടെ ലഭിച്ച പരിശുദ്ധി മാത്രമേ അവർക്കുള്ളൂ. അവരുടെ പരിശുദ്ധിക്ക് വേണ്ടി, അവരുടെ വിശുദ്ധിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു അപേക്ഷയായിട്ടാണ് ആ സംബോധന ഇരിക്കുന്നത്. പരിശുദ്ധ പിതാവേ. 6-ാമത്തെ ആ പ്രയോഗം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോഴാണ്. വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നീതിയുള്ള പിതാവേ. 2 അപ്പോസ്തലന്മാർക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ പരിശുദ്ധ പിതാവേ ഒരു വിശേഷണം അതിനോട് ചേർക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ പറയുകയാണ് നീതിയുള്ള പിതാവേ. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മോടുള്ള ദൈവത്തിൻ്റെ നീതിയെ കാണിക്കുകയാണ്. നമ്മോടുള്ള ദൈവത്തിൻ്റെ നീതി, നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ നീതി. അപ്പോൾ പിതാവേ എന്നുള്ള സംബോധന തൻ്റെ പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ പിതാവെന്ന് സംബോധന ചെയ്യുന്നത് നമുക്കും പിതാവേ എന്ന് സംബോധന ചെയ്യാം അല്ലേ? ചെയ്തൂടെ? അത് ദൈവമേ കർത്താവേ എന്ന് വിളിക്കാവുക പ്രാർത്ഥിക്കുമ്പോൾ. പിതാവേ, കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എങ്ങനെ സംബോധന ചെയ്യാൻ പഠിപ്പിച്ചാൻ സീനിയർ ക്ലാസ്സിലെടുത്തതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
എന്ന് സംബോധന ചെയ്യാനാണ് പഠിപ്പിച്ചത്, ഇല്ലേ? അപ്പോൾ നമുക്കും അത് ചെയ്യാം. നമുക്കും അങ്ങനെ, നമ്മൾ പുത്രനോട് സമനാക്കിയിരിക്കുന്നത് കൊണ്ട് നമുക്കും അങ്ങനെ സംബോധന ചെയ്യാം. മർക്കോസ് സുവിശേഷം 14:35 കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ്? അബ്ബാ പിതാവേ നിനക്കെല്ലാം കഴിയും, അബ്ബാ പിതാവേ നിനക്കെല്ലാം കഴിയും എന്ന് ഒരു പ്രാർത്ഥന ഉണ്ട്. നമുക്കും ആ ബന്ധത്തിൽ നമ്മളും ആ ബന്ധത്തിൽ തന്നെ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴങ്ങനെയാണ്. മാത്രവുമല്ല, റോമർ എഴുതിയ ലേഖനം 8-15 വാക്യത്തിൽ ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അടുത്തത്, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. പിടികിട്ടിയല്ലോ? ശ്രദ്ധിച്ച ആ വാക്യം. അപ്പം നമുക്ക് എന്തുകൊണ്ട് പിതാവിനെ നമുക്ക് അബ്ബ എന്ന് വിളിക്കാം? എന്തുകൊണ്ട് വിളിക്കാം? നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നീ ദൈവത്തിൻ്റെ മകനാ, അതുകൊണ്ട് നീ ദൈവത്തെ എന്ത് വിളിക്കണം? പിതാവേ എന്ന് വിളിക്കണം. ഗലാത്യർ 4:6 ഈ പ്രയോഗമുണ്ട്. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. 7 വാക്യത്തിൽ അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകും. അപ്പോൾ ഈ പുത്രത്വത്തിൻ്റെ ഒരു ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ളത് മാത്രമല്ല, ഒരു പുത്രത്വത്തിൻ്റെ ആത്മാവ് കൂടെ നമ്മുടെ ആത്മാവോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പിതാവേ എന്ന് വിളിക്കുന്നത് പോലെ നമുക്കും പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ദൈവം നമുക്ക്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്കത് വിളിക്കാം. മലാക്കി പ്രവചനം 2-10 വാക്യത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. നമുക്കെല്ലാവർക്കും പിതാവ് ഒരുവനല്ലോ, ഒരു ദൈവം തന്നെ എന്ത് ചെയ്തു? നമ്മെയെല്ലാം സൃഷ്ടിച്ചു എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ എല്ലാം പിതാവ് ഒരുവനാണ്, അതുകൊണ്ട് നമുക്ക് പിതാവേ എന്ന് വിളിക്കാം. അപ്പോൾ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് താൻ അപേക്ഷിക്കുന്നത്. ഇനി അടുത്ത് ഈ അപേക്ഷയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പിതാവേ എന്ന് വിളിച്ചിട്ട് എന്താ പറയുന്നത്? നാഴിക വന്നിരിക്കുന്നു. നാഴിക വന്നോ എന്നാണോ? വന്നിരിക്കുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നോടുള്ള ബന്ധത്തിൽ 9 പ്രാവശ്യം നാഴികയെക്കുറിച്ച് പറയുന്നുണ്ട്. നാഴിക വന്നിരിക്കുന്നു, വന്നിട്ടില്ല എന്നുള്ള ആ ധ്വനിയിൽ 9 പ്രാവശ്യം പറയുന്നുണ്ട്. 2-ാം 4 വാക്യം കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുമ്പോൾ, 7-ാം 6 വാക്യം, 7-ാം 30 വാക്യം, 8-20, 12-23, 27, 13-1, 16-32, പിന്നെ ഈ 17-1. എത്ര പ്രാവശ്യം നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്? ആവർത്തിച്ച് ചിലർ ഈ ശ്രദ്ധിക്കാതിരിക്കുന്നെങ്കിൽ അവരുടെ ശ്രദ്ധ കിട്ടട്ടെ എന്ന് വിചാരിക്കും. എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്? നാഴിക വന്നിരിക്കുന്നുവെന്ന് 9 പ്രാവശ്യം. 9 പ്രാവശ്യം. ഇതിൽ 2-4, 7-6 കാണുന്നത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനുള്ള ബന്ധത്തിലാണത് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനുള്ള ബന്ധത്തിൽ. ശേഷിച്ച 7 ഭാഗങ്ങളും തൻ്റെ കഷ്ടാനുഭവങ്ങളോടുള്ള ബന്ധത്തിലുമാണ്. 2-4 മറിയ ചെന്ന് യേശുവിനോട് പറയുന്നു അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ പറയുകയാണ്, സ്ത്രീയെ നിനക്കും എനിക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഏത് നാഴികയാ? മഹത്വപ്പെടുവാനുള്ള നാഴിക. നാഴിക വന്നിട്ടില്ല, മഹത്വപ്പെടുത്തുവാൻ. ഇവിടെ അവസാനത്തെ ഈ പ്രയോഗം ഇവിടെ പറയുകയാണ് എന്താ? നാഴിക വന്നിരിക്കുന്നു. ഒന്ന് മഹത്വപ്പെടുത്തുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. 5-ലും അത് തന്നെയാണ്. അധികാരം വെളിപ്പെടുത്തുവാനുള്ള നാഴിക വന്നിരിക്കുന്നു.
ഇതൊക്കെ വിശദമായിട്ട് നിങ്ങൾ നോക്കി 2-ാം വാക്യത്തിൽ അത് കാണാനായിട്ട് കഴിയും. തൻ്റെ അധികാരം വെളിപ്പെടുത്തുവാനുള്ള നാഴിക വന്ന് എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുവാൻ, ദ അവർ ഓഫ് പവർ, തൻ്റെ ശക്തി വെളിപ്പെടുവാനുള്ള നാഴിക, നിത്യജീവൻ പ്രദാനം ചെയ്യുവാനുള്ള നാഴിക വന്നിരിക്കുന്നു, എൻ്റെ വേല തികയ്ക്കുന്നതിനുള്ള നാഴിക വന്നിരിക്കുന്നു, ലോകമുണ്ടാകുന്നതിന് മുമ്പേ ആ ഉള്ള പൂർവ്വ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള നാഴിക വന്നിരിക്കുന്നു, എൻ്റെ മഹത്വം പൂർണ്ണമായും ദൈവത്തിന് വെളിപ്പെടുവാൻ, മനുഷ്യരുടെ മുമ്പാകെ വെളിപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു, വിശ്വസിക്കുവാനുള്ളവരുടെ നാഴിക വന്നിരിക്കുന്നു. ഇതാണ് ആ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നാഴികകൾ എന്ന് പറയുന്നത്. എന്തിനൊക്കെയുള്ള നാഴികകളാണ് വന്നിരിക്കുന്നത്? തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിശ്ചിതമായ ചില സമയങ്ങളുണ്ട്. ഈ ഭൂമിയിലായിരുന്നപ്പോഴും എപ്പോഴും ദൈവിക പദ്ധതികൾക്കെല്ലാം എന്തുണ്ട്? നിശ്ചിതമായ സമയങ്ങളുണ്ട്. ആ സമയം ദൈവം നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? ഒരു സമയം ദൈവത്തിന് ഉണ്ട്, അല്ലേ? മത്തായി സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു. അത് പിതാവ് മാത്രമല്ലാതെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്നൊരു പ്രയോഗമുണ്ട്, ഇല്ലേ? പുത്രൻ അറിഞ്ഞൂടെ? പുത്രൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞൂടെ? അവിടെ അങ്ങനെ അല്ല. അവിടെ ശരിക്കും നിങ്ങൾ ആർക്കും അത് അറിയുന്നില്ല, പുത്രനും അത് വെളിപ്പെടുത്തുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ശരിക്കും ഒന്ന് എൻ്റെ മൂലഭാഷ ഒന്ന് പറഞ്ഞോളൂ. പുത്രൻ അറിഞ്ഞുകൂടാന്നുള്ള അർത്ഥമല്ല അവിടെ ധ്വനിക്കുന്നത്. എൻ്റെ റെഫറൻസ് എനിക്ക് ഇങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അത് അങ്ങനെയാണ്. അതായത് ആരും അറിയുന്നില്ല, പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ, പുത്രനും അറിയുന്നില്ല എന്നല്ല അവിടെ. പുത്രൻ അത് വെളിപ്പെടുത്തുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അല്ലാതെ പുത്രൻ അറിഞ്ഞുകൂടാത്ത ഒരു കാര്യവും പിതാവിനും ഇല്ല, പിതാവിന് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം പുത്രനിലും ഇല്ല. പിതാവും പുത്രനും ഒന്നാണല്ലോ, ഇല്ലേ? അല്ലെങ്കിൽ അതിന് വ്യത്യാസം സംഭവിക്കും. അപ്പം അത് ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ നാഴിക തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം ഒരു സമയം നാഴിക വച്ചിട്ടുണ്ട്. തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിനൊരു നാഴിക വെച്ചു. തൻ്റെ അതിശയ പ്രവർത്തികളെല്ലാം ചെയ്യുന്നതിനും അവസാനിപ്പിക്കുന്നതിനൊരു നാഴിക ഉണ്ടായിരുന്നു. അതെല്ലാം തികച്ചതിന് ശേഷമാണ് 13-ാമത്തെ അധ്യായം മാളിക മുറിയിൽ ശിഷ്യന്മാരുമായിട്ടിരിക്കുമ്പോൾ നാഴിക വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ എപ്പോഴും സ്നേഹിച്ച കർത്താവ് അവരെ അവസാനത്തോളം സ്നേഹിച്ചു. 13-ന്റെ 1-ാമത്തെ വാക്യം ഞാൻ ഈ പറഞ്ഞതുപോലെ അല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പം വ്യത്യാസമുണ്ട് കേട്ടോ. അവിടെ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ തനിക്കുള്ളവരെ എപ്പോഴും തനിക്കുള്ളവരെ സ്നേഹിച്ച കർത്താവ് അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്നാണ്. അങ്ങനെയല്ല. കറക്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ, ലോകത്തിൽ തനിക്കുള്ളവരെ എപ്പോഴും സ്നേഹിച്ച കർത്താവ് അവസാനത്തോളം അവരെ സ്നേഹിച്ചു. എപ്പോഴാ? തൻ്റെ നാഴിക വന്നിരിക്കുന്നു എന്നറിഞ്ഞിട്ട്. അപ്പോൾ ഈ നാഴിക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ പദ്ധതികൾക്കും, ദൈവിക പദ്ധതികൾക്കും നിശ്ചിതമായ നാഴികകളുണ്ട്. 8-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം, അവൻ്റെ നാഴിക അതുവരെയും വന്നിട്ടില്ലായകയാൽ ആരും അവനെ പിടിച്ചില്ല. അപ്പോൾ കർത്താവിനെ പിടിക്കാൻ, ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു നാഴിക ഉണ്ടായിരുന്നു. അതുവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഈ മഹാപുരോഹിതന്മാരൊക്കെ കൂടെ ചേവകരയച്ചു. എന്തിനു വേണ്ടിയാ? കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് വരാൻ. പിടിക്കാതെ അവർ നേരെ മഹാപുരോഹിതന്മാരുടെ അടുക്കളേക്ക് ചെന്നു. അവരെ ചാടിച്ചു. നിങ്ങളെന്താ പിടിച്ചുകൊണ്ട് വരാത്തത്? അപ്പോഴവിടെ പറഞ്ഞു, അയ്യോ അവനെ പിടിക്കാൻ പറ്റൂല, അവൻ സംസാരിച്ചതുപോലെ ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. അപ്പോഴവിടെ ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി വാദിക്കുന്നുണ്ട്. ആരാണ്? നിക്കോദിമോസ് പറയുകയാണ്, അവൻ എന്ത് പറഞ്ഞിട്ടാണ്, അവൻ എന്ത് കാര്യം കണ്ടിട്ടാണ് നിങ്ങൾ അവനെ പിടിക്കാൻ ആളിനെ അയച്ചത്? അപ്പോഴാണ് ആ മഹാപുരോഹിതനും ഫരീശന്മാരും ചോദിക്കുന്നത്, നീയും ഗലീലക്കാരനോ? ഗലീലയിൽ നിന്ന് ആണോ മനുഷ്യപുത്രൻ വരുന്നത് എന്ന് ചോദിച്ച് അവനെ വളരെ ഇതാക്കുകയാണ്, നിക്കോദിമോസിനെ. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോഴും പിടിക്കാൻ പറ്റിയില്ല. പല പ്രാവശ്യം പിടിക്കാനായിട്ട് ശ്രമിച്ചു, നടന്നില്ല. മലയിൽ നിന്ന് തള്ളിയിടാനായിട്ട് ശ്രമിച്ചു, നടന്നില്ല. എറിയാനായിട്ട് കല്ലെടുത്തു, പറ്റിയില്ല, ഇല്ലേ? അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പദ്ധതികൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ താൻ ചെയ്യുന്ന എല്ലാ പദ്ധതികൾക്കും ഒരു പ്രത്യേക നാഴികയുണ്ടായിരുന്നു. ഈ വസ്തുതയാണ് പിതാവുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ പിതാവിനോട് ചോദിക്കുകയല്ല, പിതാവേ നാഴിക എത്തിയോ?
എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയിൽ. അല്ല, പറയണെന്താ? ഓ പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നാഴിക വന്നിരിക്കുന്നു, നാഴിക വന്നതിനാലാണ് ഞാനിപ്പോൾ ഇത് അപേക്ഷിക്കുന്നത്. മറ്റുള്ളവരുടെ മാനവരാശിയുടെ പാപപരിഹാരം വരുത്തുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ കടന്ന് 11-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുകയാണ് ഈ മഹത്വവും നാഴികയും ഒക്കെ, ഇല്ലേ? അങ്ങനെ വന്നാണ് ഈ ഇതിലേക്ക് പ്രവേശിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 22:53 അവനെ പിടിക്കാനായിട്ട് വന്ന ഒരു സന്ദർഭമുണ്ട്. കടന്നപ്പോഴേ കർത്താവ് പറയുന്ന, പിടിക്കാൻ വന്നത് തന്നെയാണ്, അപ്പോഴേ ഏൽപ്പിച്ചു കൊടുത്ത സന്ദർഭമാണ്. ലൂക്കോസ് സുവിശേഷം 22:53 അവിടെ പറയണം, അവനെ പിടിപ്പാൻ വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എൻ്റെ നേരെ നിങ്ങൾ കൈ ഓങ്ങിയില്ല. പിടിച്ചില്ല എന്നർത്ഥം. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുട്ടിൻ്റെ അധികാരവും ആകുന്നു. ഇപ്പൊ പിടിക്കാം. കാരണം എന്താ? ഇപ്പൊ പിടിക്കാം എന്നുള്ളതിന് കാരണം എന്താണ്? ഇത് എൻ്റെ നാഴിക എത്തിയിരിക്കുകയാണ്. അത് നിങ്ങളുടെ നാഴികയാണ്. ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തിക്കൊരു നാഴികയുണ്ട്. ആ നാഴിക എന്ന് പറയുന്നത് ദൈവപുത്രൻ ക്രൂശിക്കപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ അത് ദൈവത്തിൻ്റെ നാഴികയാണ്. ദൈവത്തിൻ്റെ നാഴിക തികയാതെ ഈ ലോകത്തിലെ ആര് വിചാരിച്ചാലും അവരുടെ നാഴിക എത്തിക്കാനായിട്ട്, കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് എത്തിക്കാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിൻ്റെ നാഴിക അനുസരിച്ച് മാത്രമേ മനുഷ്യർക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ സ്വർഗത്തിലെ നാഴിക അനുസരിച്ചാണ് കർത്താവ് ആ സമയത്ത് ക്രൂശിക്കാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതാണ് ആ വാക്യം. നമ്മൾ പലപ്പോഴും അത്ര ശ്രദ്ധിക്കാത്തൊരു വാക്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവം അവനിൽ അവിടെ പറയുന്ന ആ ഒരു വാക്യം അങ്ങനെയുള്ള വാക്യമാണ്, അല്ലേ? ആ എന്താ അവിടെ ഒന്നുകൂടെ നോക്കിയേ. അവനെ പിടിപ്പാൻ വന്നപ്പോൾ ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എൻ്റെ നേരെ നിങ്ങൾ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുട്ടിൻ്റെ അധികാരവും ആകുന്നു. നിങ്ങളുടെ നാഴിക എന്ന് പറയുന്നത് എൻ്റെ നാഴികയാണ്. എൻ്റെ നാഴിക എത്താതെ നിങ്ങൾക്ക് ഒരിക്കലും ആ നാഴികയിലേക്ക് എത്തുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഈ അർത്ഥത്തിലാണ് പിതാവ് വിളിച്ചു പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. ഈ നാഴികയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഏതു മുതൽ? ആദാം മുതൽ പ്രതീക്ഷിച്ചിരുന്ന നാഴികയുടെ സമാഗമനമാണ് ഈ നാഴിക. മനസ്സിലാക്കുന്നുണ്ടോ? ആദാം മുതൽ പ്രതീക്ഷിച്ചിരുന്ന നാഴികയുടെ സമാഗമനമാണ്. ഇതൊക്കെ ഇച്ചിരി കൺഫ്യൂഷനുള്ള വിഷയങ്ങളായതുകൊണ്ട് ഞാനത് പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷനിലേക്ക് എത്തുന്നില്ല. പഴയ നിയമകാല വിശുദ്ധന്മാരും ആദാം മുതലുള്ള വിശുദ്ധന്മാരും ഒക്കെ രക്ഷ എന്ന് പറയുന്നത് ഈ ക്രൂശീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. വിശ്വാസത്താലാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ അവർ മുമ്പോട്ട് നോക്കി ക്രൂശീകരണത്തെ കൊണ്ടുള്ള വിശ്വാസമാണ് അവരുടെ വിശ്വാസം. നമ്മൾ പിമ്പോട്ട് നോക്കി ആ ക്രൂശീകരണത്തെ കാണും. അപ്പോൾ ഇത് ഒക്കെ അല്പം ആഴമേറിയ വിഷയമായതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇതാണ്, അത് അറിഞ്ഞുകൊണ്ട് നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിതാവേ, നാഴിക വന്നിരിക്കുന്നു. എന്തിനുള്ള നാഴിക വന്നിരിക്കുന്നത്? ഒരുപാട് നാഴികയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നിന്നെ കർത്താവായ യേശു മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവൃത്തി, പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യേണ്ട പ്രവൃത്തി, അതിനുള്ള നാഴിക, അതൊരു വല്ലാത്ത നാഴികയാണ്. ആ നാഴിക വന്നിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ക്ലാസ് നിർത്താം. അതിൽ തന്നെ ഈ ഒരുപാട് കാര്യങ്ങളുണ്ട്. 5 വാക്യങ്ങളാണ് ഞാൻ ചിന്തിക്കണമെന്ന് വിചാരിച്ചത്. നമുക്കങ്ങനെ ധൃതി വെച്ച് പോകണമെന്നില്ലല്ലോ. രണ്ടാമത്തത്, നിന്റെ പുത്രൻ മഹത്വപ്പെടേണ്ടതിന്, 1-ാമത്തെ വാക്യത്തിൽ തന്നെ പുത്രനെ മഹത്വപ്പെടുത്തേണമേ. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ, 1-ാമത് നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നതാണ്, ഫാദർ thou is come, glorify thy son, that thy son also may glorify there. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? പുത്രനെ മഹത്വപ്പെടുത്തണം. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണം. നിന്റെ പുത്രൻ മഹത്വപ്പെടേണ്ടതിന് പുത്രനാം ദൈവം പിതാവാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടണമെന്നുള്ളതാണ്, പുത്രനെ മഹത്വപ്പെടുത്തണമെന്നുള്ളതാണ് തൻ്റെ ആദ്യത്തെ അപേക്ഷ. മനസ്സിലായോ? നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താൻ ആദ്യം അപേക്ഷിക്കുന്ന കാര്യം
നീ പുത്രനെ മഹത്വപ്പെടുത്തണം. എന്തിനു വേണ്ടിയാ അത്? പുത്രനെ മഹത്വപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? പിതാവ് മഹത്വപ്പെടാൻ വേണ്ടിയാ. പിതാവിനെ നിന്റെ പുത്രൻ മഹത്വപ്പെടേണ്ടതിന് അല്ല, നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണം. അപ്പോൾ പുത്രനെ മഹത്വപ്പെടുത്തണം. അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് പിതാവ് മഹത്വപ്പെടണം. പിതാവിനെ മഹത്വം. അതിനാണ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടത്. കഷ്ടാനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് തുടങ്ങുന്ന പുത്രൻ്റെ ഒരു ആദ്യത്തെ അപേക്ഷയാണ്. പിതാവിൻ്റെ ഇഷ്ടം തന്നിലൂടെ നിവർത്തിക്കപ്പെടുമ്പോഴാണ് പുത്രൻ മഹത്വപ്പെടുന്നത്. ശരിക്കും മനസ്സിലാക്കണം, പിതാവിൻ്റെ ഇഷ്ടം പുത്രനിലൂടെ നിവർത്തിക്കപ്പെടുമ്പോഴാണ് ആര് മഹത്വപ്പെടുന്നത്? പിതാവ് മഹത്വപ്പെടുന്നത്. അതിനായിട്ട് തന്നെ സമർപ്പിക്കുന്ന ഒരു സമർപ്പണമാണ്. യേശുക്രിസ്തു തൻ്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കപ്പെടണം. ഇത് പിതാവ് അംഗീകരിക്കുന്നതിലൂടെ പുത്രൻ മഹത്വപ്പെടും. പിതാവ് നൽകുന്ന മഹത്വമാണ് പുത്രൻ ശരിക്കും ആഗ്രഹിക്കുന്നത്. പിതാവ് നൽകുന്ന മഹത്വം, അതിൽ കൂടിയോ കുറഞ്ഞോ ഒരു മഹത്വം താൻ ആഗ്രഹിക്കുന്നില്ല. ഈ പിതാവിനുള്ള മഹത്വവും പുത്രനുള്ള മഹത്വം എന്ന് പറയുന്നത് പരസ്പര പൂരകത്വമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചേർന്നിരിക്കുന്നതാണ്. പിതാവ് മഹത്വപ്പെടണം, പുത്രന് മഹത്വപ്പെടണം. ഈ രണ്ട് മഹത്വത്തിൻ്റെയും കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് മാനവരാശിയാണ്. മനസ്സിലാക്കുന്നുണ്ടോ? പുത്രൻ മഹത്വപ്പെടണം, അതിലൂടെ പിതാവ് മഹത്വപ്പെടണം. അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നിരിക്കുകയാണ്. അതേസമയം ഈ മഹത്വം, രണ്ട് മഹത്വങ്ങളും കേന്ദ്രീകൃതമായിരിക്കുന്നത് മനുഷ്യരില്ല. എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് മഹത്വപ്പെടേണ്ടത്? പുത്രൻ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ ശിക്ഷാവിധി ഏറ്റെടുക്കുന്നതിലൂടെ മഹത്വപ്പെടണം. അതും പുത്രൻ അങ്ങനെ മഹത്വപ്പെടുമ്പോൾ പിതാവ് അതിലൂടെ മഹത്വപ്പെടും. അപ്പം അതിൻ്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് മനുഷ്യരാശിയാണ്. പിതാവിൻ്റെ ഇഷ്ടം എന്തായിരുന്നു? അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് പുത്രൻ ശരിക്കും അറിഞ്ഞുകൊണ്ടാണ് ഈ അപേക്ഷ നടത്തുന്നത്. അവനെ പുത്രനെ തകർത്ത് കളയുവാനാണ് പിതാവിൻ്റെ ഇഷ്ടം. ആ ഇഷ്ടം തന്നിലൂടെ നിറവേറ്റപ്പെടണം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പൂർണ്ണ സമ്മതത്തോടെ, പൂർണ്ണ സന്തോഷത്തോടെ, ആ അനുസരണത്തിലൂടെ പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ്. അതിലൂടെ പുത്രനും മഹത്വപ്പെട്ടു. അപ്പോൾ പിതാവിൻ്റെ മഹത്വം, പുത്രൻ്റെ മഹത്വം അത് കേന്ദ്രീകൃതമായിരിക്കുന്നത് മനുഷ്യരിൽ. ഓരോ വിശ്വാസിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇഷ്ടം എന്താണ്? നമ്മുടെ ഇഷ്ടം നമ്മുടെ മഹത്വമാണ് ആയിരിക്കരുത്. നാം ചെയ്യുന്ന കാര്യങ്ങളിലൂടെയെല്ലാം പിതാവും പുത്രനും മഹത്വപ്പെടണം. ഏതെല്ലാം തരത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തണം? പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിച്ച പുത്രനെ പോലെ നാം ദൈവഹിതം നിറവേറ്റപ്പെടുവാനായിട്ടുള്ള ഇഷ്ടം നമുക്കുണ്ടോ? ദൈവഹിതം നിറവേറ്റപ്പെടുവാനുള്ള ഇഷ്ടം നമ്മിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുത്രനെയും പിതാവിനെയും മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയൂ. അതിലൂടെ മാത്രമേ ശരിയായി ആരാധിക്കുവാൻ, അതുപോലെ തന്നെ വചനം പ്രമാണിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങൾ അനുഭവിക്കുവാൻ ഒക്കെയുള്ള സമർപ്പണം, അതിലൂടെയൊക്കെ പിതാവും പുത്രനും മഹത്വപ്പെടും എന്നുള്ളതിന് സംശയമില്ല. ഈ മഹത്വം എന്ന് പറയുന്നത് 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. 11:40 തോന്നുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതുപോലെ 12-ാം അധ്യായത്തിലും ഈ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പറഞ്ഞതാണ്. 12:28 പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നുള്ള ശബ്ദം ഉണ്ടായത്. 13-ാമത്തെ അധ്യായത്തിലുമുണ്ട് ഈ മഹത്വത്തിൻ്റെ കാര്യം. അതാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. ഇപ്പോൾ അതായത് ഈ ഒരു സന്ദർഭം കൂടെ പറഞ്ഞാൽ അത് മനസ്സിലാവുകയുള്ളൂ. ഈ മാളികമുറിയിൽ അവരെല്ലാവരും കൂടെ ഇരുന്ന് അത്താഴമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതാരാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. യോഹന്നാനോട് പത്രോസ് ആംഗ്യം കാട്ടി ചോദിക്കുന്നുണ്ട്, ആരാണെന്ന് പറ. അപ്പോൾ ഭർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്, എന്നോടുകൂടെ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്ന് പറയുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് പോയി. ആരെഴുന്നേറ്റ് പോയി? യൂദ എഴുന്നേറ്റ് പോയി. യൂദ എഴുന്നേറ്റ് പോയത് ഒരു സിമ്പലാണ്. ആ അത്താഴത്തിൻ്റെ മധ്യേ നിന്നും യൂദ എഴുന്നേറ്റ് പോയത് ഒരു സിമ്പലാണ്. എന്തിൻ്റെ സിമ്പലാ? എന്നിട്ടാണ് ഇവിടെ പറയുന്നത്, ആ എഴുന്നേറ്റ് പോയ സമയത്താണ് പറയുന്നത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു.
ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. അതുകൊണ്ട് ശരിക്കും ഒന്ന് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാ. ഈ യൂദ എണീറ്റ് പോയപ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതാ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടും. ആ യൂദ അങ്ങോട്ട് പോയത് എന്തിനാണെന്നുള്ളത് അറിയാം. ആ സിമ്പൽ, ആ ഒരു സിഗ്നൽ, ഇനി താമസമധികം ഇല്ല, എന്നെ പിടിക്കാനായിട്ട് പോവുകയാണ്. ആണ് പുത്രനെ മഹത്വപ്പെടുത്തണം, പുത്രനെ മഹത്വപ്പെടുത്തണം. ഇത് ഏറ്റവും ഭയങ്കരമായൊരു അപേക്ഷയായിട്ട് ഇരിക്കുകയാണ്. അടുത്ത മൂന്നാമത്തത് നിത്യജീവൻ കൊടുക്കേണ്ടതിന് ലഭിച്ച അധികാരത്തെക്കുറിച്ചാണ് താൻ മൂന്നാമത് പ്രാർത്ഥിക്കുന്നത്. നാലാമത് പ്രാർത്ഥിക്കുന്നത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെയുള്ള ഒരു പ്രാർത്ഥനയാണ്. അഞ്ചാമത് നമുക്ക് കാണാൻ പൂർവ്വമഹത്വത്തിലേക്ക് മഹത്വപ്പെടുത്തണമെന്നുള്ള പ്രാർത്ഥന. ഈ 5 പ്രാർത്ഥനകളാണ് യേശു ക്രിസ്തു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മളതിൽ 2 കാര്യങ്ങളാണ് കണ്ടത്. ഏതൊക്കെയാ? ഒന്ന്, നാഴിക വന്നിരിക്കുന്നു, നാഴിക വന്നിരിക്കുന്നു എന്ന് താൻ പിതാവിൻ്റെ സന്നിധിയിൽ സമ്മതിച്ച് പറയുകയാണ്. അന്നൊന്നും ചോദിക്കുകയല്ല, നാഴിക വന്നിരിക്കുന്നു. അടുത്ത അപേക്ഷ, മഹത്വപ്പെടുത്തേണമേ, മഹത്വപ്പെടുത്തേണമേ. അത് മഹത്വപ്പെടുത്തു എന്നുള്ള ആ മാളികമുറിയിൽ ഇരിക്കുമ്പോൾ തന്നെ അറിയാം മഹത്വപ്പെടുന്നു എന്നുള്ളത്. എന്നാൽ വീണ്ടും തൻ്റെ ഹൃദയത്തിലെ അഭിലാഷം വീണ്ടും പറയുകയാണ്, മഹത്വപ്പെടുത്തേണമേ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ ആ മാധുര്യം ഇത് ശരിക്കും നമ്മൾ വായിച്ച് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കുറച്ചുകൂടെ ഒന്ന് ക്രമീകരിക്കുവാനും ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയും. അതിനായിട്ടിടയാകണം ഈ പ്രാർത്ഥനയിലൂടെ. അല്ലാതെ ഈ പ്രാർത്ഥന പഠിച്ചതുകൊണ്ട് വേറെ പ്രയോജനങ്ങളൊന്നുമില്ല. ഈ പ്രാർത്ഥന പഠിക്കുമ്പോൾ ദൈവം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഈ പരസ്യമായിട്ട് മധ്യസ്ഥത ചെയ്തുകൊണ്ട് തനിക്ക് വേണ്ടിയുള്ള 5 കാര്യങ്ങൾ 5 വാക്യങ്ങളിൽ ഒതുക്കിയിട്ട് അടുത്ത 6-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെയും ശിഷ്യന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക പക്ഷപാതം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 20-ാമത്തെ വാക്യം മുതൽ 26-ാമത്തെ വാക്യം വരെ വിശ്വസിപ്പാനിരിക്കുന്നവരെയും കൂടെ ചേർത്തുകൊണ്ടുള്ള അപേക്ഷ. നമ്മുടെ അപേക്ഷകളൊക്കെ ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്? നമുക്ക് വേണ്ടി മാത്രമാണോ? കർത്താവ് തനിക്ക് വേണ്ടി അപേക്ഷിച്ചത് ചില കാര്യങ്ങളാണ്. എന്താ? ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറയുകയാണ്. ഒന്ന്, നാഴിക വന്നിരിക്കുന്നു. രണ്ടാമത്, മഹത്വപ്പെടുത്തണം, നിത്യജീവൻ കൊടുക്കേണ്ടതിന് എന്നെ അധികാരം ലഭിച്ചിരിക്കുന്നു. അടുത്ത്, എനിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള തനിക്ക് ലഭിച്ച കാര്യങ്ങൾ, പിതാവിൽ നിന്നും തനിക്ക് ലഭിച്ച കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് പിതാവിനെ തന്നെ സമർപ്പിക്കുകയാണ്. തന്നെക്കുറിച്ച് താൻ പറഞ്ഞ കാര്യം. അടുത്ത ശിഷ്യന്മാരെക്കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്തമാണ്. ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിക്കുമുള്ള ഒരു പ്രാർത്ഥന ഇതാണ്. ഇതിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയിലും മാറ്റം വരുത്തുവാൻ കഴിഞ്ഞാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരായി ആണ്. ദൈവം നമ്മെക്കുറിച്ചും ഇതാണ് ആഗ്രഹിക്കുന്നത്. പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.